Good morning. In the nammal pile group efficiency related numerical problems. A group of 9 piles 12 meter long and 250 mm diameter is to be arranged in a square form in clay of average UCS 60 kPa. Work out the center to center spacing of the piles for a group efficiency factor of 1. Neglect the bearing at the pile tip. Take adhesion factor as 0.9. So question 9 pile arrange ചെയ്തിട്ടുണ്ട് സ്ക്വയർ പാറ്റേണിൽ. ഓരോ പൈലിൻ്റെയും നീളം 12 മീറ്റർ ആണ്, ഡയമീറ്റർ 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 250 മില്ലിമീറ്റർ ആണ്. ക്ലേയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ക്ലേയുടെ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് 60 കിലോ പാസ്കലാണ്. നമുക്ക് വേണ്ടിയത് എത്ര സ്പേസിങ്ങിൽ ഈ 9 പൈലുകൾ കൊടുത്താലാണ് ഗ്രൂപ്പ് എഫിഷ്യൻസി 1 അല്ലെങ്കിൽ 100% ആകാൻ സാധിക്കുന്നതെന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ ബെയറിങ് നെഗ്ലക്റ്റ് ചെയ്യാമെന്നും ആൽഫ ടേം ആയ അഡ്ഹഷൻ ഫാക്ടർ 0.9 എടുക്കാമെന്നുള്ളതും. 9 പൈൽ സ്ക്വയർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ് 3x3. നമ്പർ ഓഫ് റോസ് 3, നമ്പർ ഓഫ് കോളംസ് 3. അപ്പം പ്ലാനിൽ മുകളിൽ നിന്നുള്ള പ്ലാനിൽ നോക്കിയാൽ പൈലിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പം ക്ലേയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 റോയും 3 കോളവും ആയിട്ട് 9 പൈലിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എൻ ബെയറിങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പൈലുകൾ ഫ്ലോട്ടിംഗ് പൈൽ, നമ്മളെ തിയറിയിൽ പഠിച്ച ഫ്ലോട്ടിംഗ് പൈലായിട്ടാണ് നിൽക്കുക. താഴെ കൊണ്ട് ഹാർഡ് സ്ട്രാറ്റായിൽ എൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള 9 പൈലുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് തമ്മിലുള്ള സ്പേസിങ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ടു ഹാവ് an efficiency of 1 അല്ലെങ്കിൽ 100%. ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഡേറ്റ UCS 60 kPa അല്ലെങ്കിൽ kN/m² തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് കൊഹീഷൻ 30 ആണെന്ന് മനസ്സിലാക്കാം. UCS/2 ആണ് കൊഹീഷൻ. നമ്മുടെ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റിനകത്ത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പറഞ്ഞിരുന്നു UCS ടെസ്റ്റ് ചെയ്യുമ്പോൾ σ3 എന്നുള്ള മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഡയമീറ്റർ ഓഫ് ദ മോർ സർക്കിൾ ബൈ 2 റേഡിയസ് ആയിരിക്കും നമ്മുടെ y ആക്സിസിലെ കൊഹസീവ് ഇൻ്റർസെപ്റ്റ് അല്ലെങ്കിൽ കൊഹിഷൻ. സോ UCS 60 ആണെങ്കിൽ കൊഹിഷൻ 30. ഇനി 2 രീതിയിലാണ് പൈലിൻ്റെ കപ്പാസിറ്റി ഗ്രൂപ്പിൽ വരുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ പൈലും ഇൻഡിവിജ്വലായിട്ട് ഫെയിൽ ചെയ്യാൻ എടുക്കുന്ന ലോഡ് എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എത്ര പൈലുകളാണുള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ QG ഈക്വൽ ടു N ടൈംസ് QU. ഓരോ പൈലിൻ്റെയും QU കണ്ടുപിടിക്കുക, എത്ര പൈലുണ്ട് എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്നും കപ്പാസിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കേസിൽ N ഈസ് ഈക്വൽ ടു 9. 9 പൈലുണ്ട്. QU എന്ന് പറയുന്നത് ആൽഫ C ഇൻറ്റു AS. കാര്യം N ബെയറിങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം QU ഈക്വൽ ടു QP പ്ലസ് QSനകത്തെ QP ടേം 0 ആണ്. N ബെയറിങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞത് കാരണം. QS എന്ന് പറയുന്നത് FS ഇൻറ്റു AS ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ C ഇൻറ്റു AS. ക്ലിയർ ആയത് കാരണം. ആൽഫ തന്നിട്ടുണ്ട് 0.9. C നമുക്കറിയാം 30 kPa. AS എന്ന് പറയുന്നത് പൈലിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ, ഇൻഡിവിജ്വൽ പൈലിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ, ദാറ്റ്സ് പൈ DL. Pi D is 0.25 meter, L is 12 meter. So alpha is 0.9, C is 30 multiplied by pi DL. അപ്പം നിങ്ങൾക്ക് QU കിട്ടും. ഓഫ് കോഴ്സ് നമ്പർ ഓഫ് പൈൽസ് 9 ആണ്. അതുകൊണ്ട് QG is equal to 9 multiplied by QU. Answer is around 2290 kilonewton. അതാണ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓരോ പൈലിൻ്റെയും കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി എത്ര ആവാം എന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്. ഇനി അങ്ങനെയല്ല, ഇത് ഗ്രൂപ്പായിട്ടാണ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണ് ഇത് ഫെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ആസ് എ സിംഗിൾ യൂണിറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതും, അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയാണ് അൾട്ടിമേറ്റ് ലോഡ് എന്നുള്ളതും കണ്ടുപിടിക്കാം. QG അതായത് ഗ്രൂപ്പിൻ്റെ ടോട്ടൽ അൾട്ടിമേറ്റ് ലോഡ് is equal to alpha C into PG into D. Alpha C എന്താണെന്നറിയാം, adhesion factor, C cohesion. PG എന്നുള്ളത് നമ്മുടെ ഈ എൻറ്റയർ പൈൽ ഗ്രൂപ്പിനെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ, 4 സൈഡിൻ്റെയും ലെങ്തുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന പെരിമീറ്ററാണ് PG, മൾട്ടിപ്ലൈഡ് ബൈ D.
അതായത് ഡെപ്ത് അത് 12 മീറ്റർ തന്നെ. ചുരുക്കത്തിൽ ബ്രാക്കറ്റിൽ കാണുന്ന ടേം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയയാണ്. തൊട്ട് മുമ്പ് ആൽഫ സി എ എസ് ആയിരുന്നു. അതിനകത്ത് എ എസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സിലിണ്ടറിക്കൽ പൈലിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയയും ഇതിൻ്റെ അകത്തെ ആൽഫ സി ഇൻറ്റു ബ്രാക്കറ്റിൽ കാണുന്നത് എ എസിന് അനലോഗസ് ആയിട്ടുള്ള പി ജി ഇൻറ്റു ഡി, അതായത് പെരിമീറ്റർ ഓഫ് ദ ഗ്രൂപ്പ് മൾട്ടിപ്ലൈഡ് ബൈ ഡെപ്ത്. ചുരുക്കത്തിൽ ഈ ഒരു എൻറ്റയർ യൂണിറ്റ് ഒരു സിംഗിൾ പൈലായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. ഇനി ഡെപ്ത് നമുക്കറിയാം 12 മീറ്ററാണ്. പി ജി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്താൽ മതി. കാര്യം നമുക്കത് സ്ക്വയർ പാറ്റേണിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 4 ടൈംസ് ലെങ്ത് ഓഫ് വൺ സൈഡ്. ഇനി ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെ നമുക്ക് നോക്കാം. ഡയമീറ്റർ ഓഫ് ദ പൈലിൻ്റെ പകുതി വരെയുള്ള ഡിസ്റ്റൻസ്, റേഡിയസ് ഓഫ് ദ പൈൽ 0.125. 2 സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഉണ്ട്. എസ് എന്നുള്ള അൺനോൺ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്, എസ് എന്നുള്ള അൺനോൺ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്, അതായത് 2S. പിന്നെ ഒരു 0.125, അതായത് ഈ പൈലിൻ്റെ സെൻറ്ററിൽ നിന്നും വലത്തെ അറ്റം വരെ ഡയമീറ്ററിൻ്റെ പകുതി. ചുരുക്കത്തിൽ ലെങ്ത് ഓഫ് ദിസ് സൈഡ് ഇസ് 0.125 പ്ലസ് സ്പേസിംഗ് പ്ലസ് സ്പേസിംഗ് പ്ലസ് 0.125. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എസ് എന്നുള്ള അൺനോൺ സ്പേസിംഗ് ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 0.125 പ്ലസ് 2S പ്ലസ് 0.125 മീറ്റർ. ദാറ്റ്സ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്. ഇനി മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പി ജി. അപ്പം ഡെപ്ത് നോൺ ആണ്, പി ജിക്കകത്തെ എസ് അൺനോൺ ആണ്, സി നോൺ ആണ് 30 കിലോ പാസ്കൽ. ഇനിയുള്ളത് ആൽഫ ടേം ആണ്. ഈ ആൽഫ ടേം നമ്മുടെ അഡ്ഹഷൻ ഫാക്ടർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ 0.9, ക്വസ്റ്റനിൽ തന്നിട്ടുള്ള 0.9 ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഗ്രൂപ്പ് കപ്പാസിറ്റിയിൽ നമ്മളത് 1 ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ 100% എടുക്കും. കാര്യം ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പൈൽ ടു സോയിലാണ് ഇൻട്രാക്ഷൻ, പൈലും സോയിലും തമ്മിലാണ് ഇൻട്രാക്ഷൻ വരുന്നത്. പക്ഷേ ഗ്രൂപ്പ് കപ്പാസിറ്റിയിൽ ആൽഫ ഈക്വൽ ടു 1 ആണ്. കാര്യം സോയിലും തമ്മിലാണ് ഇൻട്രാക്ഷൻ. ഒരൊറ്റ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സോയിലും ഇപ്പുറത്തുള്ള സോയിലും തമ്മിലാണ് ഫ്രിക്ഷൻ മൊബിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊഹീഷൻ മൊബിലൈസ് ചെയ്യുന്നത്. അപ്പം അവിടെ റിഡക്ഷൻ ഫാക്ടർ വരുന്നില്ല. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിക്ക് ആണെങ്കിൽ കോൺക്രീറ്റ് മെറ്റീരിയലും സോയിലും തമ്മിലാണ്. ഗ്രൂപ്പ് കപ്പാസിറ്റിക്ക് ആണെങ്കിൽ ക്ലേയും അല്ലെങ്കിൽ സോയിലും തമ്മിലാണ്. അപ്പം റിഡക്ഷൻ ഫാക്ടറിൻ്റെ ആവശ്യമില്ല. 100% കൊഹീഷൻ നമുക്ക് എടുക്കാം. സോ ആൽഫ ഈസ് ഈക്വൽ ടു 1. ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ആൽഫ 0.9 ആയിരുന്നു. അപ്പം ഇൻ ഷോർട്ട് QG ഈക്വൽ ടു 1 ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ 30 കൊഹീഷൻ മൾട്ടിപ്ലൈഡ് ബൈ PG മൾട്ടിപ്ലൈഡ് ബൈ ഡെപ്ത് ഓഫ് ദ പൈപ്പ് 12 മീറ്റർ. അപ്പം നമുക്കിപ്പോൾ 2 കപ്പാസിറ്റി ഉണ്ട്. നോൺ വാല്യൂ ഉള്ള 2290യും എസ് എന്ന് പറഞ്ഞ അൺനോൺ വാല്യൂ ഉള്ള മറ്റൊരു കപ്പാസിറ്റിയും. ക്വസ്റ്റ്യൻ ഇതാണ്, സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എത്ര ആവണം എഫിഷ്യൻസി 1 ആകണമെങ്കിൽ? അപ്പോൾ all you have to do is equate 2290 is equal to QG of the group capacity. Equate ചെയ്യുമ്പോൾ you will get spacing as 0.67 meters. അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ ഉള്ള 12 മീറ്റർ നീളമുള്ള ഈ പൈലുകൾ 0.67 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ 2 ഡയറക്ഷനിലും വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എഫിഷ്യൻസി വിൽ ബി 100%. അടുത്ത ക്വസ്റ്റ്യൻ, 200 mm diameter, 8 meter long piles are used as foundations for a column in a uniform deposit of median clay of UCS strength 100 kPa. The spacing between the piles is 500 mm. There are 9 piles in the ground arranged in a square pattern. Calculate the ultimate load capacity of the group. Consider end bearing and assume adhesion factor of 0.9. മുമ്പത്തെ ക്വസ്റ്റനായിട്ട് സിമിലാരിറ്റി ഉണ്ട്. 20 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള 8 മീറ്റർ നീളമുള്ള പൈലുകളാണ് ഉള്ളത്. 9 പൈലാണുള്ളത്. ക്ലേയിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സ്പേസിങ് ഓൾറെഡി തന്നിട്ടുണ്ട്, ആൽഫയും ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ നിന്നും അൾട്ടിമേറ്റ് പൈൽ കപ്പാസിറ്റി, ഗ്രൂപ്പിൻ്റെ പൈൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അപ്പം തന്നിട്ടുള്ള ഡേറ്റയ്ക്കകത്ത് വി ഹാവ് UCS, unconfined compressive strength
100 kilopascal ആണ്. അതിൽ നിന്നും C cohesion will be half of it, 50 kilopascal. ഇനി സ്ക്വയർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള 9 പൈലുകളാണ് 3x3 ഗ്രിഡായിട്ട്. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഇസ് ഗിവൺ ആസ് 0.5 മീറ്റർ അല്ലെങ്കിൽ 500 മില്ലിമീറ്റർ. മുമ്പിലെ പോലെ തന്നെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആണെങ്കിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി Q is equal to N times QU. N എന്ന് പറഞ്ഞത് 9 ആണ്. QU കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രോബ്ലം പോലെയല്ല ഒരു ഡിഫറൻസ് ഉള്ളത്. യു വിൽ ഹാവ് ടു കൺസിഡർ എൻ ബെയറിംഗ്. എൻ ബെയറിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ QPAP പ്ലസ് ആൽഫ സി എ എസ്. അപ്പോൾ QU ഈക്വൽ ടു QP പ്ലസ് QS. അതിനകത്ത് QP എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ QP ഇൻറ്റു AP, QS എന്നുള്ളത് ആൽഫ സി അതായത് FS ഇൻറ്റു AS. സ്മോൾ ലെറ്റർ QP ബെയറിംഗ് കപ്പാസിറ്റിയാണ്. ഇൻഡിവിജ്വൽ പൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു CNC എന്ന് പറയുന്നത് NC can be taken as 9 and second and third terms. Stazagis equationലെ second and third termsഉം ഇതിനകത്ത് വരുന്നുമില്ല. അപ്പം small letter QP is just CNC where NC is 9. AP എവിടെയാണോ ഏരിയ ബെയർ ചെയ്യുന്ന ഏരിയ ഏതാണോ അത്. ഗ്രൂപ്പ് കപ്പാസിറ്റിയിൽ വലിയ ബ്ലോക്കിൻ്റെ ഏരിയയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പൈലിൻ്റെ ഏരിയയും. ആൽഫ സി എ എസിനകത്ത് ആൽഫ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സി നമുക്കറിയാം 50 ആണെന്ന്. AS പൈലിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയ. സോ യു ഹാവ് C50, 9 is the NC. AP is pi/4 into d square. D is 0.2. 200 millimeter തന്നിട്ടുണ്ട്. So 0.2 square plus alpha CAS ഇതിനകത്ത് alpha is 0.9. C cohesion is 50 kilopascal into AS എന്ന് പറയുന്ന circumferential area of the pile. That's pi into D into L. Pi into 0.2 meter into length of the pile is 8 meter. അപ്പം QU ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയുടെ QU എന്ന് പറയുന്നത് 240.33 കിലോ ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ Q എന്ന് പറയുന്നത് 9 times 240.33 അതായത് 2163 കിലോ ന്യൂട്ടൺ ആയിരിക്കും. ചുരുക്കത്തിൽ ഓരോ പൈലും ഇൻഡിവിജ്വലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി വിൽ ബി 2163 കിലോ ന്യൂട്ടൺസ്. ഇനി സെക്കൻഡ് കേസ്, അതായത് ഗ്രൂപ്പായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലോക്കായിട്ടാണ് ഈ പൈൽ ഗ്രൂപ്പ് ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ ഈ പറയുന്ന വലിയ ഒരു ബ്ലോക്ക് ഒരു യൂണിറ്റ് ആയിട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ നമുക്ക് ഓഫ് കോഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് 500 millimeter തന്നിട്ടുണ്ട്. സോ യു നോ ദാറ്റ് വൺ സൈഡ് ഇസ് half of the diameter of the pile plus 1 time spacing plus 1 time spacing plus half of the diameter of the pile. അതായത് 0.1 plus 0.5 plus 0.5 plus 0.1 ഇത്രയായിരിക്കും length of one side. 4 times the length of one side gives you the perimeter and length multiplied by breadth gives you the area. So group capacity കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് you have QG equal to CNC into AP of the block plus alpha C into AS of the block. മുമ്പിലത്തെ കേസിൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പൈലിൻ്റെ ടിപ്പ് ഏരിയയ്ക്ക് പകരം ഇവിടെ ബ്ലോക്കിൻ്റെ ടിപ്പ് ഏരിയയും പൈലിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയയ്ക്ക് പകരം ഇവിടെ ബ്ലോക്കിൻ്റെ സർക്കംഫറൻഷ്യൽ ഏരിയയും വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇനി മറ്റൊരു ഡിഫറൻസ്, പ്രീവിയസ് കേസിലുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നിന്ന് മറ്റൊരു ഡിഫറൻസ് ഉള്ളത് ആൽഫ വിൽ ബി 1. തൊട്ട് മുമ്പിൽ ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് കപ്പാസിറ്റി മൊബിലൈസ് ചെയ്യുമ്പോൾ സോയിൽ ടു സോയിൽ ഇൻറ്ററാക്ഷൻ ആണ് മൊബിലൈസ് ചെയ്യുന്നത്, പൈൽ ടു സോയിൽ അല്ല. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഫാക്ടർ, അഡ്ഹഷൻ ഫാക്ടർ ആൽഫ വിൽ ബി 100% ഓർ 1. ഈ 3 ഡിഫറൻസ് ആണ് ഇതിനകത്തുള്ളത്. സോ QG is equal to CNC AP block. C is 50, NC is 9 for deep foundations in clay. AP of the block is one side multiplied by the breadth, 1.2 multiplied by 1.2. The square ആയത് കാരണം 1.2 multiplied by 1.2 ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പിലുള്ള ഏരിയ കിട്ടും. So C into NC into AP block plus alpha is 1 because the interaction is between soil and soil. Unlike in the previous example, interaction individual pile മുതൽ clay വരെയല്ല, ക്ലേയും ക്ലേയും തമ്മിലാണ്. So alpha is 1. C cohesion is 50. AS of the block, ഒരു സൈഡ് നമുക്കറിയാം 1.2 meter ആണ്. So 4
side under 4 into 1.2, that will be the circumferential perimeter into depth ചെയ്ത് കഴിഞ്ഞാൽ AS കിട്ടും. So 1.2 into 4 into 8 എന്ന് പറഞ്ഞ ടേമാണ് circumferential area. Perimeter ആണ് 1.2 into 4, 8 എന്ന് പറഞ്ഞ ഡെപ്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ you will get the perimeter into depth, that's circumferential area. So in short, QG is CNC AP block plus alpha C into AS block, the value of which turns out to be 2568 kilonewton. നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പൈല് ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് എത്ര കിട്ടും എന്നുള്ളതും, ഇവിടെ ഗ്രൂപ്പായിട്ട് ഒരു ബ്ലോക്കായിട്ടാണ് ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര അൾട്ടിമേറ്റ് ലോഡ് കിട്ടും എന്നുള്ളതും. ആസ് എ ഡിസൈനർ നമ്മൾ ചൂസ് ചെയ്യുന്നത് ലോവർ വാല്യൂ. രണ്ടിലും ലോവർ വാല്യൂ ഏതിനാണോ അത് ഡിസൈനർ ചൂസ് ചെയ്യും ടു ബി ഓൺ ദ സേഫർ സൈഡ്. ഈ കേസിൽ ലോവർ വാല്യൂ ഇസ് ഫോർ ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. സോ ഫൈനൽ ആൻസർ വിൽ ബി 2163 kilonewton. തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആയ 2163 kilonewton ആണ് സേഫറായിട്ടും നമ്മൾ എടുക്കുന്ന കപ്പാസിറ്റി. സേഫറായിട്ടും നമ്മൾ എടുക്കുന്ന അൾട്ടിമേറ്റ് കപ്പാസിറ്റി. സേഫ് ലോഡ് അല്ല ഈ പറയുന്നത്. അൾട്ടിമേറ്റ് കപ്പാസിറ്റി ഗ്രൂപ്പ് കപ്പാസിറ്റിയിലും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലും കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ആയിട്ടുള്ള ലോവർ ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതാണ് എടുത്തിരിക്കുന്നത്.